ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വ്ളോഗാണ്. എല്ലാവരും ഒന്ന് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ സൗദിക്ക് എൻ്റെ ക്യാമറമാനാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് സുഗുണൻ ഡ്രൈവർ. ഞങ്ങൾ കൊല്ലം തേനി ഞങ്ങൾ ലോഡ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ തേനിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ബൈപ്പാസ്, കമ്പം ബൈപ്പാസ്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്ററോളം കാണും നമ്മൾ ലോഡ് എടുക്കുന്ന സ്ഥലത്തിലോട്ട്. ഡ്രൈവർ സുഗുണൻ ഫോണൊന്നും നോക്കത്തൊന്നുമില്ല. 100-110 പുള്ളിക്കാരൻ്റെ സ്പീഡ്. ഇവിടെ ഡെയിലി വരുമ്പോൾ ഓരോ ഡിവൈഡർ കൂടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതെങ്കിലും അണ്ണാച്ചിമാർ വന്ന് അടിച്ച് പൊട്ടിച്ച അടുത്ത കയറ്റി വയ്ക്കും. ഇതുപോലെ എല്ലാം കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ എന്തേ നമ്മുടെ ബ്ലോക്ക് കുറഞ്ഞേനെ. കുത്തിക്കയറ്റ് കുറഞ്ഞേനെ നാട്ടുകാരുടെ. ആ പറക്കുന്ന കണ്ടോ. സത്യം പറയാത്ത കാണിക്കാനൊന്നുമില്ല. എല്ലാം ഒരേപോലെ റോഡ്, കുറേ ഒരു കട്ടിങ്ങും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതാണ് നമ്മളെ കമ്പംമേട്ടിലോട്ട് പോകുന്ന വഴി. നമ്മുടെ ഈ ഏരിയ എവിടെ നോക്കിയാലും തെങ്ങായിരിക്കും. സത്യം പറഞ്ഞാൽ കേരളത്തിനെ കേരളമെന്ന് വിളിച്ചത് തേങ്ങ കൊണ്ടല്ല, തെങ്ങ് കണ്ടിട്ടാ. ഇപ്പം കേരളത്തിൽ തേങ്ങ പോയിട്ടൊരു തെങ്ങ് പോലും കിട്ടുന്നില്ല. ഈ തെങ്ങ് കാണണമെങ്കിൽ പൊള്ളാച്ചിയിലോ അല്ലെങ്കിൽ തേനിയിലോ തെങ്കാശിയിലോ. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയാൽ സാധനം എടുക്കുന്നത്. കാലം പോകുന്ന പോക്കി. പണ്ട് കേരളത്തിൽ പോയാൽ എല്ലായിടത്തും, ആലപ്പുഴ എല്ലായിടത്തും പോയാൽ തെങ്ങായിരിക്കും. ഇതാണ് സിറ്റിയാ, ഇവിടുത്തെ സിറ്റിയാ. തെങ്ങ് കണ്ടില്ലേ? നമ്മളവിടെ ഏതെങ്കിലും പത്രം തെങ്ങ് കാണും. എന്താ ഈ അടുത്തത് നമ്മൾ കാണിച്ചു തരാം. കണ്ണത്താ ദൂരത്തുള്ള പാടം. തെക്കൻ കേരളം, വടക്കൻ കേരളത്തിലെ ബസ്സുകളും. നമ്മുടെ ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും അങ്ങനെ ഹെൽമെറ്റ് വേണ്ട. പിടിച്ച 50 വരെ കൈക്കൂലി കൊടുക്കുക. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ. അതോ കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ 2000 രൂപ 3000 രൂപ ഫൈന്. നമ്മളെ വണ്ടിക്ക് ഒരെണ്ണം വന്നിട്ടുണ്ട്, പേടിക്കണ്ട.
ഡ്രൈവർ സുഗുണൻ പ്രൊഫഷണൽ. പിന്നെ വേറൊരു പേരുകളുണ്ട്, ബൂമർ. ഇതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല. അതൊക്കെ കേരളം. ഇതാണ് ഇവിടുത്തെ കാളവണ്ടി. നമ്മള് ഗ്രാമത്തിലോട്ട് കയറുവാണ് ഗൈസ്. കൂട്ടുകാരെ ആണ് കൊക്കൻപാടം. ഇവിടെ ഒരു വലിയൊരു തോട്ടം, അല്ലെ ചെറിയൊരു തോട്ടമുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ കരിമ്പിൻ്റെ തോട്ടമായിരുന്നു. എല്ലാം വെട്ടി തീർത്ത് ഒരു തായ്ലാൻഡിലാണ് കയറ്റി വിട്ടത് 12 കിലിനകത്ത്. അടുത്തണി കൊയ്യാറായി. നമ്മളെ മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ടുപോകുന്ന കണ്ടോ? മുല്ലപ്പെരിയാറിലെ വെള്ളമാണ് കിടക്കുന്നത്. ഇപ്പം അടുത്ത ട്രിപ്പ് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഈ സാധനം കാണത്തില്ല. ഈ കണ്ടു സെറ്റപ്പാ. ഇത് താഴെ മാർഗം കോട്ടൈ. നമ്മൾ മെയിൻ സിറ്റി അല്ല, ഗ്രാമത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ തിരിച്ചു പോകുമ്പോൾ ചില സമയത്ത് ഇവിടുന്നാണ് ഫുഡ് കഴിക്കുന്നത്. വണ്ടി അത് പോട്ടെ. നമ്മളെ ഗോഡൗണിലോട്ട് പോവുക. ഇനി അവിടെ പോയിട്ട് നമ്മൾ കുറേ പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി തോട്ടത്തിലോട്ട് പോകത്തുള്ളൂ. പോവുക. അവിടുത്തെ ഏതാ? ചിന്നമണ്ണൂര്, കൊച്ചന്നൂര്. അവിടെ നമ്മുടെ എന്തോ അവിടെ ശനിയാഴ്ച കൊച്ചന്നൂർ എത്തിയിട്ടുണ്ട്. ഞങ്ങോട്ട് ഇതിൻ്റെ സീസണായില്ലേ? കരിമ്പിൻ്റെ സീസൺ കഴിഞ്ഞു. പണ്ടൊക്കെ തേങ്ങയ്ക്ക് ഇതിലാറോ കല്യാണം കണ്ടോ കേട്ടോ.
പള്ളിയും അമ്പലവും കട്ടാപ്പുറം. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെ. എന്തുവാ വല്ലെന്ന് പറയാൻ പറ്റുമോ? താങ്കൾ പറ. ഇനി ഇറച്ചിക്കട. ആ ഈ സൈഡപ്പം ഇറച്ചിക്കട. ഇതാണ് കൊച്ചന്നൂര് മുക്ക്. ഇനി ഞായറാഴ്ചയല്ലേ, അമ്പലം പരിപാടി കഴിഞ്ഞല്ലേ. മുസ്ലിംസിന്റെ ഏതാ ഓഡിറ്റോറിയം? മുസ്ലിമിന്റെ ആമ ഭയങ്കര പരിപാടിയില്ല. നാളെ 10 മണിയായില്ലേ, ഇന്നലെ തന്നെ ബാക്കിയാണെന്ന് തോന്നുന്നു. ഇല്ലേ ഹൈദരാബാദിൽ കടത്തിക്കൊണ്ട് പോകുന്ന തേങ്ങയല്ല, കരിക്കായത്. ഇതാണ് മുക്കുകോട്ടയിൽ എത്തിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിൻ സ്ഥലത്തോട്ട് പോകുന്നത്, ലോഡ് എടുക്കാൻ. ഇവിടുത്തെ മെയിൻ പിള്ളേരാണ്. മറ്റേ തോട്ടത്തിൽ പോവുകയാണെങ്കിൽ മറ്റേ സാധനം കാണിക്കായിരുന്നില്ലേ റോഡിലേ? ട്രെയിൻ വരച്ച് വെച്ചേക്കുന്നത്. ഇവിടെ അത്ര ഇല്ല. ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി നമ്മളെ വണ്ടിക്ക് മാത്രം പോകും. അപ്പുറത്ത് ഇത്രയും സ്ഥലം കാണത്തുള്ളൂ, ഒതുക്കാനുള്ള സ്പേസും കാണത്തില്ല. ആ വഴി മിക്കവാറും കുത്തി കയറേണ്ടി വരും. പൊട്ടെ നമുക്ക് അതിൻ്റെ മണ്ടക്കൂടെ കയറ്റിയല്ലോ, പാട് വരയ്ക്കാൻ. മിക്കവാറും കയറുമായിരിക്കും. കയറിയേ മറ്റേ പാമ്പിന്റെ പൊത്തേ. എന്റെ പേരെന്ത്? പാണ്ടും മാമ, പാമ്പും മാവ. ഒക്കെ ചെറുത്. കാണുന്ന പോലല്ല, നല്ല മണവും ഉണ്ട് കേട്ടോ. നിന്നും കണ്ടോ? അതിനെ മണപ്പിച്ചോണ്ടിരുന്നു. നിറച്ച് നീ ഇത് മൊത്തം നീ ലോഡാക്കും. ഇതാണ് നമ്മുടെ സ്ഥലം. ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ടാസ്ക് ഉണ്ട്. ഇല്ല, മാറ്റി ഓനി. അതെയോ?
അങ്ങനെ ഞങ്ങൾ വണ്ടിക്കകത്ത് സാധനം കയറ്റാനുള്ള കുറച്ച് ഓല കയറ്റണം, വെട്ടാൻ പോവുക. പിന്നെ കൊട്ടേഷൻ വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കുക. ആയുധമുണ്ട് നമ്മുടെ കയ്യിൽ, അറുത്താങ്ങ് എടുക്കാം നമുക്ക്. ഇതാ നമ്മളെ വണ്ടി, നമ്മളെ തോപ്പ്. പിന്നെ വേണമെങ്കിൽ കഴുത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ വലി വലിച്ച ആള് കായി. അയ്യോ, എല്ലാം കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ലോഡ് ഇറക്കി, ലോഡ് കയറ്റി നമ്മൾ തോപ്പിൽ നിന്ന് കയറി നീ ഗോഡൗണിലോട്ട് പോവാ. കയ്യെല്ലാം ഇരിക്കുന്നതാണ്. ഇനി കഴുകാനെങ്ങും ഇല്ല, ഇനി പെട്രോൾ പമ്പിൽ വല്ലതും പോകണം കഴുകണം. ആണ് ആട്ടിൻകൂട്ടങ്ങൾ. ഏതെങ്കിലും ഇപ്പം പട്ടിക്കാട്ടിലോട്ട് കയറും കണ്ട്. അവിടെ നീക്കി വല്യപ്പച്ചന് കയറും മുഴകി. നീക്കി. ആടിൻ്റെ അമ്മമാരാണ് ഈ പുറകെ വരുന്ന കാളകൾ. പശു ഏതായാലും എന്ത് കൊമ്പുണ്ടല്ലോ, അവർ എല്ലാത്തിനും കൊമ്പുണ്ടല്ലോ. അപ്പൊ കാളയ്ക്ക് കൊമ്പ് വരുന്നില്ലേ? അങ്ങോട്ട് പോയപ്പോൾ ഇതൊന്നും ഇല്ല, തിരിച്ചു വന്നപ്പോൾ എല്ലാം തെറ്റി കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ലോഡ് കയറ്റി കൊല്ലം തേനി ദേശീയപാതയിലൂടെ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും മരനിലകളും നല്ല പച്ചപ്പായ വയലുകളും. പണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഈ വയലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാലക്കാട് ആ സൈഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു 10 വർഷത്തിന് മുമ്പൊക്കെ നമ്മുടെ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഒത്തിരി വയലുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നശിച്ചേക്കുവാണ്. തെങ്ങും നെല്ലും ഒക്കെ സമ്പാദിക്കുന്ന ഇപ്പം മൊത്തവും തമിഴ്നാട്ടിലാണ്. നമ്മുടെ തൗഫീഖാണ് ഇവിടെ ഇപ്പം ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആറര 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കുമളി ചെക്ക് പോസ്റ്റ് കഴിയും എന്ന് പ്രതീക്ഷിക്കുക. നമ്മുടെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പ്രദർശനം എന്ന് പറഞ്ഞാൽ ഈ സ്പീഡ് ബ്രേക്കറാണ്. ഈ അറിയാത്തവരല്ല ഈ റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടുപോകും. പ്രത്യേകിച്ച് ലോഡും കൊണ്ട് വരുവാണെങ്കിൽ ആ വണ്ടിയുടെ നട്ടും ബോൾട്ടും ഇറങ്ങാൻ വേണ്ടി ഇതിനപ്പുറം വേറൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 2 ഹമ്പ് ഒക്കെ വെക്കും. ഇതങ്ങനല്ല, ദുരിതരാ ഇങ്ങനെ ഹമ്പും കാണും, അതുപോലെ തന്നെ സ്പീഡ് ബ്രേക്കറും കാണും. നമ്മുടെ വണ്ടി എത്രത്തോളം നമ്മൾ മെയിൻ്റെനൻസ് നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ശരിക്കും പണി വരുന്നുണ്ട്. ചവിട്ടി ഇറക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുറകെ കിടന്ന് വണ്ടികളുടെ ഓണടി. തമിഴ്നാട്ടുകാർക്ക് ഒരു ഇതുമില്ല, ഒരു ക്ഷമ പോലും ഇല്ല. നമ്മളെ ചീത്ത വിളിച്ചിട്ടൊക്കെ ആയിരിക്കും റോഡരികിൽ നിന്ന് സാധിക്കുക ഓരോരുത്തരും. ഇതൊക്കെയാണ്. പക്ഷേ കർഷകരെന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെ അവരെ കണ്ടുപോകാൻ പഠിക്കാൻ. രാവിലെ 6 മണിക്ക് ഇറങ്ങി വൈകുന്നേരം 5 മണി വരെ അവർ നല്ല പണിയെടുക്കും, കഷ്ടപ്പെടും, ശരിക്കും സമ്പാദിക്കുകയും ചെയ്യും.
നമ്മളെ കുമളി കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലാസ്. കൂട്ടുകാരെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ വണ്ടി നിർത്തുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. അവിടെ ഉണ്ടോ വ്യൂ പോയിന്റ് ആണ്. നമ്മളിപ്പം കുമളി വളവിലാണ്. വണ്ടി അവിടെ ഇപ്പം നിർത്തിയിട്ടേക്കാണ്. വളവ് തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ്. നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സിന് ഇതുപോലെ ഉണ്ടോ? പറ്റുമോ? നടക്കുമോ? എപ്പോൾ വന്ന് 10,000 രൂപ 50,000 രൂപ പെറ്റി അടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ മതി. ഡ്രൈവർ ഇവിടുത്തെ ഇച്ചിരി തണുത്ത കാലാവസ്ഥയാണ്. ഇടയ്ക്കൊക്കെ ഇവിടെ കേഴമാനൊക്കെ ചാടിപ്പോവും. നമ്മൾ 6, 6:30, 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ പാസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ആണ് കുമളി ചെക്ക് പോസ്റ്റ്. വേണമെങ്കിൽ ഡെയിലി 50 രൂപ വെച്ച് കൊടുക്കുവാണെങ്കിൽ നിങ്ങളെ ഒരു കാര്യം ചെയ്യത്തില്ല. നമ്മൾ സുഗുണം വരുന്നുണ്ട്. റാന്തൽ വിളക്കും കൊണ്ട് ഇങ്ങനെ പയ്യെ പോവുക. കുമളി ടൗണാണിത്, മെയിൻ ടൗണ്. കടകളും കാര്യങ്ങളും മെയിനായിട്ട് ഇവിടെ തേയില, ഏലയ്ക്ക, ചിപ്സ്. ഇവിടെ ശബരിമല സീസൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര തിരക്കാണ്. വണ്ടിയും കൊണ്ടൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹെവി ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെ. ഭയങ്കര വെട്ടോ വണ്ടിക്ക് കേട്ടോ. വണ്ടിക്ക് ഭയങ്കര വെട്ടോ. തൗഫീഖ് ഡ്രൈവർ സുഗുണൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രക്കാരൻ സുഗുണൻ. പയ്യ പോട്ടെ പയ്യ പോട്ടെ. നമ്മളെ ആണ്ടെ ഒരു വണ്ടി നോക്കാതെ എടുക്കാതെ വണ്ടി ഓവർടേക്ക് ചെയ്തു. അതാ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നം. ലോഡും കൊണ്ട് വരുന്ന വണ്ടി ആണെന്നുള്ള പരിഗണന ആരും തരത്തില്ല. നമ്മളെ വണ്ടി മാത്രമല്ല, എല്ലാ വണ്ടിയും ഇത് തന്നെ. നാഗാലാൻഡ്. ഒരു ദാക്ഷിണ്യമില്ലാത്ത പോക്കാ പോകുന്നത്. വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ അമ്മാരെ വിചാരിക്കും നമ്മൾ ചവിട്ട് പോകുന്നത്. പക്ഷെ നമുക്കറിയാം വണ്ടി എങ്ങനെയാ ചവിട്ടിന്റെ രീതി എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ പോകുന്ന സ്പീഡിൽ ചെറിയൊരു ജംഗ്ഷൻ അവിടെ ഭയങ്കര ബ്ലോക്കുള്ള ഏരിയ. താപ്പോട്ട് പോകുന്നത് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ തൊട്ട് താഴെയായിട്ട് ബീവറേജ് ഉണ്ട്. അതാ ഇത്ര തിരക്ക് ഇവിടെ. രണ്ട് സൈഡ് നോക്കിയാൽ ഇങ്ങിയ റോഡാ. 2 വണ്ടി പോകും. ട്രാവലറൊക്കെ നോക്കിയിട്ടൊക്കെ കണ്ടോ. വിവറേജിന്റെ തിരക്കാം. ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് സാധനം ചെക്ക് പോസ്റ്റ് എക്സൈസുകാർ ഭയങ്കര ചെക്കിങ് അല്ലേ. അതുകൊണ്ട്
പക്ഷെ തമിഴ്നാട് റേറ്റ് മാത്രം റേറ്റാണ് ഇവിടെ തൊട്ടിപ്പുറത്തും. ഇവിടെ ഈ വില്ലേജിൽ പുതിയൊരു ഹോട്ടലാണ് ഇവിടെ, തേക്കടി കഫേ. 1 മാസമായി തുറന്നിട്ട് ഇവിടെ. അതുപോലെ ഞാൻ ദോസ്തിനായിട്ട് ലോൺ എടുത്ത് വന്നപ്പോഴേ എന്നെ നോക്കി, വണ്ടിക്കാതെ നോക്കി. സാരമല്ല, വണ്ടി വരുന്ന ഞാൻ പറഞ്ഞത് വണ്ടിക്കാതൊന്നുമില്ല സാറേ, വണ്ടി പോകണം, ഡാഷ്ബോർഡ് പറക്കാൻ അതിനകത്ത് അത്ര ചെട്ടിയിരിക്കും. അതുപോലെ പോയിക്കാൻ ഇവിടെ നിൽക്കണ്ട, ഓടിക്കുക. മനസ്സിലായി മനസ്സിലായി. ആ നമ്മുടെ പത്തനംതിട്ടയിലെ നമ്മുടെ കൂട്ടുകാരനാണ് പോകുന്നത്. കുറെ കാര്യം അതും കാണും, വല്ലുവണ്ടി കാണും. പാക്കേജ് ടൂറായിട്ട് കൊടൈക്കനാൽ പോയിട്ട് പോവുക. ഏതാ? ബ്ലാക്ക് പാൻഡർ. ആ ബ്ലാക്ക് പാൻഡർ നല്ല പറന്ന. അതും പരുന്തുംപാറ കയറുള്ളത്. കാരണം വെച്ചാല് ഇവിടുന്ന് ഇപ്പൊ അമ്മമാർക്കെന്ന് പറഞ്ഞാല് എങ്ങും ഇതില്ലല്ലോ, പറന്നും കത്തുമല്ലോ. ഒരു മണിക്കൂർ വേണ്ട, അതിനു മുമ്പേ അവിടെ കത്തും. നല്ല ചൂടാവും. അവിടെ ഏറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ തണുത്ത ക്ലൈമറ്റ്. അതെ, തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മനസ്സിലായോ? വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അതെ അതെ. അതുപോലത്തെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഈ മുഖത്ത് ലൈറ്റ് അടിച്ചു തരുന്നത് മെയിനായിട്ടുള്ള പ്രശ്നം. നമ്മൾ എത്ര ലൈറ്റ് ഓഫ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വിമാനം നമ്മുടെ മുഖത്തേക്ക്, നമ്മുടെ വണ്ടിയിൽ ആരാ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവന്മാരെ നോക്കുന്നത്. ടോർച്ച് അടിച്ച് നോക്കുന്നത് മുഖത്തേക്കോട്ട് അടിച്ചു തരും. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് നമ്മളിപ്പോൾ അവിടെ ലോണ് ഇറക്കാൻ വേണ്ടി ഇങ്ങനെ കടകളിൽ പോയിക്കൊണ്ടിരിക്കുക. ലേറ്റായി വന്നപ്പം ഒരു 11 മണി 12 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞിപ്പോൾ ലോഡ് ഇറക്കാൻ വേണ്ടി ഞങ്ങൾ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആണ് ധൂളൻ ജെ സി ഇട്ടുണ്ടാകുന്നു. ജെ സി